എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 26ാമത്തെ സർഗത്തിലെ 15 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ശ്രീരാമനെയും ലക്ഷ്മണനെയും ആക്രമിക്കാനായിട്ട് വരണ താടകയെയാണ്. അപ്പൊ താടകയോട് വളരെ ആക്രമണോത്സുകതയൊന്നും ശ്രീരാമൻ ആദ്യം കാണിക്കണില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ആക്രമിക്കുക, സ്ത്രീയെ വധിക്കുക എന്നുള്ളതൊക്കെ തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം കൂടിയുണ്ട്. അങ്ങനെയൊക്കെ ശ്രീരാമന്റെ ഉള്ളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ലക്ഷ്മണന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെ വിശ്വാമിത്രൻ പലതവണ അവള് വളരെ ക്രൂരയാണ്, പാപ സ്വഭാവമുള്ളവളാണ്, യക്ഷിണിയാണ്, എല്ലാവരെയും ആക്രമിക്കുന്നുണ്ട്, എല്ലാവരെയും ഭക്ഷിക്കുക, പുരുഷാദിനിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെയുള്ള ആക്രമണങ്ങളെ പറ്റിയിട്ടാണ് അടുത്തതായിട്ട് പറയണത്. നമുക്ക് 15ാമത്തെ ശ്ലോകം ആദ്യം നോക്കാം. ഉദ്ധൂന്വാനാരജോ ഘോരം താടകാരാഘവാവുഭൗ രജോ മേഘേന മഹതാ മുഹൂർത്തം ചാവ്യമോഹയത്. ഈ ഓടി ഇങ്ങടെ ശ്രീരാമന്റെ ലക്ഷ്മണന്റെ അടുത്തേക്ക് വരികയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഓടി വരുമ്പോൾ താഴെ കിടക്കുന്ന പൊടിയൊക്കെ കൈകൊണ്ട് വാരിയിടുക, അല്ലെങ്കിൽ ആ ഓട്ടത്തിന്റെ ശക്തി കൊണ്ട് തന്നെ പൊടി പടലങ്ങൾ പറത്തിക്കൊണ്ടാണ് അവള് വരണത്. അതാണ് ഉദ്ധൂന്വാന എന്ന് പറഞ്ഞത്. താഴെ കിടക്കുന്ന പൊടിയൊക്കെ ഉയർത്തി മേൽപോട്ടാക്കിക്കൊണ്ട്, അതാണ് രജോ ഉദ്ധൂന്വാന. കേവലം ഉദ്ധൂന്വാന എന്ന് മാത്രമല്ല, രജഹ ഉദ്ധൂന്വാന. രജസ്സിനെ, പൊടികളെ, താഴെ പടർന്നു കിടക്കുന്ന അല്ലെങ്കിൽ മണ്ണിലെ പൊടി മുഴുവനും പറപ്പിച്ചുകൊണ്ടാണ് താടക. ഘോരമായിട്ട് ഏറ്റവും പേടിപ്പെടുത്തുന്ന ആക്രമണങ്ങളാണ്. അങ്ങനെ വരുന്നവളായ താടക ഉഭൗ രാഘവവും, രാഘവന്മാരെ രണ്ടുപേരെയും കുറച്ചു നേരത്തേക്ക്, മുഹൂർത്തം അല്പനേരത്തേക്ക്, രജോമേഘേന മഹതാ രജോമേഘേന വ്യമോഹയത്, ആ ധൂളിപടലം കൊണ്ട് കുറച്ചു നേരത്തേക്ക് ശ്രീരാമനെയും ലക്ഷ്മണനെയും പേടിപ്പിച്ചു കളഞ്ഞു. വ്യമോഹയത് എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് അടുത്തത് എന്താ ചെയ്യേണ്ടത്, കണ്ണിലും മൂക്കിലും ശരീരത്തിലും ആകമാനം പൊടി വന്ന് കയറിയപ്പോൾ പിന്നെ എങ്ങനെ പ്രതികരിക്കണം, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോന്നലുകളൊക്കെ നഷ്ടപ്പെട്ട് കുറച്ചു നേരത്തേക്ക് വ്യാമുഗ്ധരായി രണ്ട് ബാലകന്മാരും. അത്രയ്ക്ക് ശക്തമായിരുന്നു താടകയുടെ വരവ്, ഈ ശ്രീരാമനെയും ലക്ഷ്മണനെയും ആക്രമിക്കാനായിട്ടുള്ള വരവ്. ആ വരവിലെ പൊടി മുഴുവനും പറത്തിക്കൊണ്ട് വലിയൊരു പുക പടലം, വലിയൊരു മേഘപാളി വന്നിറങ്ങിയതുപോലെയായി. കുറച്ചു നേരത്തേക്ക് ശ്രീരാമനും ലക്ഷ്മണനും എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി. അതിനുശേഷം തതോ മായാം സമാസ്ഥായ ശിലാവർഷേണ രാഘവൗ അവാകിരത്സു മഹതാ തതശ്ചുക്രോധ രാഘവ. തതോ മായാം സമാസ്ഥായ, അങ്ങനെ പൊടിപടലങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ആ താടക എന്ത് ചെയ്തു? മായ സ്വീകരിച്ചിട്ട്, മായാരൂപിണിയാണ്, പലതും കാണിക്കാൻ വശം, പല രൂപത്തിൽ വരാനറിയാം. അങ്ങനെ മായാരൂപധാരിണിയായിട്ട് മായയെ സ്വീകരിച്ചുകൊണ്ട് ആ രണ്ട് രാഘവന്മാരെയും ശ്രീരാമനെയും ലക്ഷ്മണനെയും ശിലാവർഷേണ അവാകിരത്. ശിലാവർഷം എന്ന് പറഞ്ഞാല് പാറക്കഷ്ണങ്ങളെ മേലേക്ക് എറിയ, വലിയ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ പൊട്ടിച്ച് ശരീരത്തിലേക്ക് എറിഞ്ഞ് അങ്ങനെ വധിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതാണ് സുമഹതാ ശിലാവർഷേണ രാഘവൗ അവാകിരത്. അതായത് വലിയ വലിയ പാറകളാണ്. അവളെ സംബന്ധിച്ചിടത്തോളം കഷ്ണങ്ങളൊക്കെ ആക്കുണ്ടാവും, പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മേല് കൊണ്ടാൽ തന്നെ മരിച്ചു പോകുന്ന അത്രയ്ക്ക് വലിപ്പമുള്ള പാറക്കെട്ടുകൾ എടുത്തിട്ടാണ് താടക മേലേക്ക് ഇടുന്നത്. അങ്ങനെ അവാകിരത് എന്ന് പറഞ്ഞാൽ വർഷിച്ചു എന്നർത്ഥം. അങ്ങനെ വന്നപ്പോൾ ശ്രീരാമന് ചില്ലറ ദേഷ്യമൊന്നല്ല വന്നത്. അതാണ് തതഹ രാഘവ ചുക്രോധ. അപ്പോഴാണ് ശ്രീരാമന് കഠിനമായിട്ട് ദേഷ്യം വന്നത്. അത്ര നേരവും തൻ്റെ നേർക്ക് ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മാത്രമല്ല താടക ഒരു സ്ത്രീയാണ്. പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് നിൽക്കണ ശ്രീരാമന്റെ മനസ്സിലേക്ക് കഠിനമായിട്ട് ഇത്തരം പ്രവൃത്തികളെ കൊണ്ട്, താടകയുടെ പ്രവൃത്തികളെ കൊണ്ട് ക്രോധം ഇരമ്പി വന്നു എന്നാണ് വാൽമീകി മഹർഷി പറയണത്. 17ാമത്തെ ശ്ലോകം നോക്കാം. ശിലാവർഷം മഹത്തസ്യ ശരവർഷേണ രാഘവ പ്രതിവാര്യോപധാവന്ത്യ കരൗ ചിച്ഛേദപത്രിഭി.
അങ്ങനെ കഠിനമായിട്ട് ശിലാവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവളായ ആ താടകയുടെ രണ്ട് കൈകളും, അതാണ് ശിലാവർഷം. മഹത് ശിലാവർഷം, വളരെ ഭയങ്കരമായിട്ട് പാറക്കെട്ടുകൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നവളായ ആ താടകയെ അവളെ എന്താ ചെയ്തത്? തസ്യാഹ കരവു, അവളുടെ രണ്ട് കൈകളും രാഘവ ശരവർഷേണ, രാഘവൻ തൻ്റെ ശരവർഷം കൊണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് മഴ പെയ്യണത് പോലെ ശരങ്ങള് വർഷിക്കുകയായിരുന്നു. ആ ശരങ്ങളുടെ വേഗത കൊണ്ട് പല രൂപത്തിലും പല ഭാവത്തിലും ശക്തമായിട്ടുള്ള ശരങ്ങൾ പ്രയോഗിച്ചിട്ട് പ്രതിവാര്യ ഉപധാവന്ത്യാഹ തസ്യാഹ, അസ്ത്രങ്ങൾ മേലുകൊള്ളാതെ ഓടിപ്പോകാൻ ശ്രമിക്കുന്നവളായ, ഉപധാവന്തി എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുകയെന്ന് ആയിക്കൊള്ളണമെന്നില്ല, അടുത്തേക്ക് വരിക എന്നും ആവാം, ആക്രമിക്കാനായിട്ട് അടുത്തു വരുന്നവളായ, അസ്ത്രങ്ങളൊക്കെ തടഞ്ഞുകൊണ്ട് ഈ ബാലകന്മാരെ എങ്ങനെയെങ്കിലും വധിക്കണമെന്ന് വിചാരിച്ചു വരുന്നവളായ ആ താടകയുടെ കരവും കൈകൾ രണ്ടും പത്രിഭി ചിച്ഛേദ, ശരവർഷേണ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ വലിയ അസ്ത്രങ്ങളെ കൊണ്ട് അവളുടെ കൈകൾ രണ്ടും ഛേദിച്ചു. അപ്പൊ കൈകൊണ്ടാണല്ലോ ഈ പാറക്കെട്ടുകളൊക്കെ എടുത്തെറിയണത്, അത് ഇല്ലാതെയായി. അങ്ങനെ താടകയെ ആദ്യമായിട്ട് ശ്രീരാമൻ അസ്ത്രം വെച്ച് ആക്രമിച്ചിട്ട് കൈകൾ മുറിച്ചു മാറ്റി എന്നർത്ഥം. നമുക്ക് 18ാമത്തെ ശ്ലോകം നോക്കാം. തതശ്ചിന്ന ഭുജാം ശ്രാന്താമഭ്യാസേ പരിഗർജതീം സൗമിത്രിരകരോത് ക്രോധാധൃതകർണാഗ്രനാസികാം. തതശ്ചിന്ന ഭുജാം, ഛിന്നമായ, അതായത് മുറിഞ്ഞു പോയതായ ഛിന്ന ഭിന്നമായ കൈകളോടുകൂടിയ, ശ്രാന്താം, അപ്പൊ ക്ഷീണിച്ചു, വയ്യാണ്ടേയി, തളർന്ന്, അഭ്യാസേ പരിഗർജതീം, അലറി വിളിക്കുന്നവളായ, അടുത്തു നിന്ന് ബഹളം വെച്ച അലറി വിളിക്കുന്നവളായ ആ താടകയുടെ, അവളുടെ എന്താണ്, കർണവും അഗ്രനാസികയും, ചെവികളും മൂക്കും, ആരാണ്? സൗമിത്രി ക്രോധാത് ഹൃത കർണാഗ്രനാസികാം അകരോത്, ലക്ഷ്മണൻ പെട്ടെന്ന് വന്ന് ആ താടകയുടെ ചെവികളും മൂക്കിന്റെ അഗ്രഭാഗവും ഛേദിച്ചു. ഇതേ പ്രവൃത്തി ലക്ഷ്മണൻ കുറച്ച് ദിവസം കഴിഞ്ഞാല് കാട്ടിൽ വസിക്കുന്ന, അതായത് വനവാസ കാലത്ത് ശൂർപ്പണഖയോട് ചെയ്യണതായിട്ട് കാണാം. അതായത് വധിക്കുന്നതിന് പകരം ചെയ്യുന്നതായ, സ്ത്രീകളോട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ശിക്ഷയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റണത്. മൂക്കും ചെവിയും ഛേദിക്കുക, കൊല്ലല്ല, ഇങ്ങനെ വിരൂപയാക്കി വിടുക. അങ്ങനെ ചെയ്താൽ മതി എന്ന് തന്നെയാണ് താടകയെയും വിചാരിച്ചിരുന്നത്. അതാണ് ഇവിടെ പറയണത്. പെട്ടെന്ന് തന്നെ കൈകളില്ലാതെ, കൈകളൊക്കെ മുറിഞ്ഞുപോയി അലറി വിളിക്കുന്നവളായിട്ടുള്ള ആ താടകയുടെ ചെവികളും മൂക്കിന്റെ അഗ്രഭാഗവും സൗമിത്രി അപഹരിച്ചു, മുറിച്ചു കളഞ്ഞു. 19ാമത്തെ ശ്ലോകം നോക്കാം. കാമരൂപധരാ സാധു കൃത്വാ രൂപാണ്യനേകശ അന്തർധാനം ഗതായക്ഷി മോഹയന്തി സ്വമായയാ. 20 കൂടി ചൊല്ലാം. അശ്മവർഷം വിമുഞ്ചന്തി ഭൈരവം വിചചാരസ തതസ്താവശ്മവർഷേണ കീര്യമാണോ സമന്തത. കാമരൂപധര, കാമരൂപധര എന്ന് പറഞ്ഞാല് കാമത്തിനനുസരിച്ച് രൂപം ധരിക്കാൻ പറ്റുന്നവൾ. ഏത് രൂപം വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിലേക്ക് മാറാൻ പറ്റും, അതാണ് കാമരൂപധര. ഇഷ്ടത്തിനനുസരിച്ച് രൂപം മാറാൻ കഴിവുള്ളവളായ ആ യക്ഷിണി, ആ താടക, അനേകശ രൂപാണി കൃത്വ, പലതരത്തിലുള്ള രൂപങ്ങൾ എടുത്തു വന്നിട്ട്, അതായത് കാറ്റായിട്ടും മഴയായിട്ടും വെയിലായിട്ടും മൃഗങ്ങളുടെ രൂപമൊക്കെ ധരിച്ചു വന്നിട്ട്, അന്തർധാനം ഗതായക്ഷി മോഹയന്തി സ്വമായയാ. അന്തർധാനം ഗത, അതായത് സ്വന്തം രൂപം മറച്ചിട്ട് മറ്റേതെങ്കിലും രൂപത്തിൽ വന്നിട്ട് ഈ പറഞ്ഞ രാമനെയും ലക്ഷ്മണനെയും മോഹിപ്പിച്ചുകൊണ്ട്, പരിഭ്രമിപ്പിച്ചുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ആക്രമിക്കണം, ഏത് വഴിക്കാണ് ഈ യക്ഷിണിയുടെ ആക്രമണം വരണത് എന്നുള്ളത് അറിയിക്കാത്ത വിധത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അവളുടെ ആക്രമണങ്ങൾ ഉണ്ടായത്. അതെങ്ങനെയാ ചെയ്തത്? സ്വമായയാ, തൻ്റെ മായാപ്രയോഗങ്ങളെ കൊണ്ട് പല രൂപങ്ങളും വേഷങ്ങളും ധരിച്ചു വന്നിട്ട് പലതും ചെയ്തു, ഇവരെ ആക്രമിച്ചു. അതാണ് 20ാമത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരി പറയണത്. അശ്മവർഷം വിമുഞ്ചന്തി ഭൈരവം വിചചാരസ, അവർക്ക് ചുറ്റും നടന്നുകൊണ്ട് കഠിനമായിട്ട് പാറക്കെട്ടുകളെ കൊണ്ട് ആക്രമിച്ചു.
അതായത് ഇവളൊരു രാക്ഷസിയാണ്, അവളുടെ കയ്യിൽ മറ്റു ആയുധങ്ങളൊന്നും കാര്യമായിട്ടില്ല. ഒരു പാറ ഇട്ടാൽ തന്നെ ആൾക്കാരൊക്കെ മരിച്ചു പോവാറുണ്ട്. പക്ഷേ രാമനും ലക്ഷ്മണനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും അവൾക്ക് ദേഷ്യം വരാൻ ഒരു കാരണമായി. എന്നാലും പല രൂപത്തിൽ വന്നുകൊണ്ടും പാറക്കെട്ടുകൾ അവരുടെ ശരീരത്തിലേക്ക് ആ യക്ഷിണി വർഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അവർക്ക് ചുറ്റും നിറയെ പാറക്കഷ്ണങ്ങളായി തീർന്നു. അതാണ് തതസ്താവശ്മവർഷേണ, അശ്മവർഷേണ തൗ, പാറക്കെട്ടുകൾ വർഷിച്ചത് കൊണ്ട് അവര് രണ്ടുപേരും എന്തായി? സമന്തത കീര്യമാണവും. അശ്മവർഷേണ തൗ സമന്തത കീര്യമാണവും അവർത്തേത. അവര് രണ്ടുപേരും പാറക്കെട്ടുകളുടെ നടുക്കില് നിൽപ്പായി. ഈ യക്ഷിണി മേലേക്ക് വർഷിച്ചതായ പാറക്കെട്ടുകള് അവിടെ നിന്ന് അനങ്ങാൻ പറ്റാതെ രാമനും ലക്ഷ്മണനും പാറക്കെട്ടുകൾക്ക് നടുവിൽ പെട്ടുപോയി എന്നർത്ഥം. അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ചൊല്ലാം. ബാക്കിയുള്ളത് വിശ്വാമിത്രന്റെ നിർദ്ദേശങ്ങളൊക്കെയാണ്. അത് അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഉദ്ധുന്വാനാരജോ ഘോരം താടക രാഘവാവുഭൗ രജോ മേഘേന മഹതാ മുഹൂർത്തം സാവ്യമോഹയത് തതോ മായാം സമാസ്ഥായ ശിലാവർഷേണ രാഘവൗ അവാകിരത്സു മഹതാ തതശ്ചുക്രോധ രാഘവ ശിലാവർഷം മഹത്തസ്യാ ശരവർഷേണ രാഘവ പ്രതിവാര്യോപധാവന്ത്യാ കരൗ ചിച്ഛേദപത്രിഭിः തതശ്ഛിന്നഭുജാം ശ്രാന്താമഭ്യാസേ പരിഗർജതീം സൗമിത്രിരകരോത്ക്രോധാദ്ധൃതകർണഗ്രനാസികാം കാമരൂപധരാ സാധു കൃത്വാ രൂപാണ്യനേകശ അന്തർധാനം ഗതാ യക്ഷീ മോഹയന്തി സ്വമായയാ അശ്മവർഷം വിമുഞ്ചന്തി ഭൈരവം വിചചാരസ തതസ്താവശ്മവർഷേണ കീര്യമാണൗ സമന്തത. ഇവിടെ 17ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു പ്രതിവാര്യോപധാവന്തി എന്ന്. ശിലാവർഷം മഹത്തസ്യ ശരവർഷേണ രാഘവ പ്രതിവാര്യ, അങ്ങനെയാണ് പറയേണ്ടത്. ഞാൻ കുറച്ച് മാറ്റിയാണ് പറഞ്ഞത്. ഇപ്പോ ചൊല്ലി നോക്കിയപ്പോഴാണ് കൃത്യമായിട്ട് അർത്ഥം ഒന്നുകൂടി മനസ്സിലായത്. ഇവളെറിയുന്നതായ പാറക്കെട്ടുകളെ മുഴുവനും രാഘവൻ തന്റെ അസ്ത്രങ്ങളെ കൊണ്ട് തടുക്കുകയും അതിനുശേഷം പത്രിഭി ഉപധാവന്ത്യാഹ കരോ ചിച്ഛേദ, തന്റെ കയ്യിലുള്ള മറ്റ് അസ്ത്രങ്ങളെ കൊണ്ട് അവളുടെ കൈകൾ രണ്ടും മുറിക്കുകയും ചെയ്തു. അങ്ങനെ വേണം അർത്ഥം പറയാൻ. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.